കെ.പി.സി.സി പുനഃസംഘടന അനന്തമായി വൈകുന്നതിൽ കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു. പുതുതായി അധികാരമേറ്റ കെ.പി.സി.സി നേതൃത്വത്തിലെ ചിലരുടെ അനാസ്ഥയാണ് പുനഃസംഘടന വൈകിക്കുന്നതെന്നാണ് ആക്ഷേപം. വർക്കിംഗ് പ്രസിഡന്റുമാരായ പി.സി. വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പരാതികൾ. ഭാരവാഹികളെ നിയമിക്കാതെ പാർട്ടിയെ ഉള്ളം കൈയിൽ ഒതുക്കാനുള്ള ആസൂത്രിത നീക്കമാണ് വിഷ്ണുനാഥും ഷാഫിയും നടത്തുന്നതെന്നാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നുവരുന്ന ആക്ഷേപം. കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇവരുടെ കയ്യിലെ കളിപ്പാവയാണെന്നും ആക്ഷേപമുണ്ട്. എന്ത് കാര്യത്തിനും പി.സി. വിഷ്ണുനാഥിനോടും ഷാഫി പറമ്പിലിനോടും അഭിപ്രായം ചോദിച്ചിട്ട് മാത്രം പ്രതികരിക്കുന്ന കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പുനഃസംഘടനയുടെ കാര്യത്തിലും ഇവരുടെ താൽപര്യപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ആക്ഷേപം. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ കാര്യം പറഞ്ഞും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ലൈംഗിക ആരോപണ വിവാദവും പറഞ്ഞാണ് നേതൃത്വം പുനഃസംഘടന നീട്ടിക്കൊണ്ടുപോകുന്നത്. എന്നാൽ നേതൃത്വം താൽപര്യം കാണിച്ചിരുന്നുവെങ്കിൽ രാഹുൽ വിവാദം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് തന്നെ പുനഃസംഘടനാ ചർച്ചകൾ പൂർത്തിയാക്കാമായിരുന്നുവെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഓണം കഴിഞ്ഞാലും പുനഃസംഘടന നടക്കാൻ സാധ്യതയില്ല എന്നാണ് നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഓണത്തിന് ശേഷം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നടപടികളിലേക്ക് കടക്കും. ഇതിന്റെ ആദ്യപടിയായി തദ്ദേശ ഭരണ വാർഡുകളിലെ സംവരണം സംബന്ധിച്ച നറുക്കെടുപ്പ് നടത്തും. ഇതോടെ സംസ്ഥാന രാഷ്ട്രീയം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിലേക്കും കടക്കും. അപ്പോൾ അക്കാരണം പറഞ്ഞുകൊണ്ട് തന്നെ നേതൃത്വം പുനഃസംഘടനയ്ക്ക് തടയിടുമെന്നാണ് പുനഃസംഘടനയിൽ പദവികൾ പ്രതീക്ഷിച്ചിരിക്കുന്ന നേതാക്കൾ തന്നെ പ്രകടിപ്പിക്കുന്ന ആശങ്ക. ഇത് തന്നെയാണ് പുതിയ കെ.പി.സി.സി നേതൃത്വത്തിലുള്ള പി.സി. വിഷ്ണുനാഥിന്റെയും ഷാഫി പറമ്പിലിന്റെയും താൽപര്യമെന്നും ആക്ഷേപം ശക്തമാണ്. കെ.പി.സി.സിയുടെ പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ഡി.സി.സികളുടെ തലപ്പത്തും കെ.പി.സി.സി ഭാരവാഹികളുടെ തലപ്പത്തും പുനഃസംഘടന പൂർത്തിയാക്കാനാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നതോടെ ഈ ഷെഡ്യൂളിന്റെ താളം തെറ്റി. ജൂൺ ആദ്യവാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തന്നെ സംസ്ഥാന നേതാക്കളുമായി ചർച്ച തുടങ്ങിയെങ്കിലും ഇഴഞ്ഞു നീങ്ങിയ നടപടികൾ ഏതാണ്ട് പൂർത്തിയായത് ജൂലൈ അവസാനത്തോടെ മാത്രമാണ്. ഈ മാസം 5, 6 തീയതികളിൽ ഡൽഹിയിലെത്തിയ കെ.പി.സി.സി നേതൃത്വം ഹൈക്കമാൻഡിനെ കാണുന്നതിന് മുന്നോടിയായി വീണ്ടും തന്നെ സംസ്ഥാന നേതാക്കളുമായും എം.പിമാരുമായും ചർച്ച നടത്തുകയും ചെയ്തു. നേതാക്കൾ കൈമാറിയ പേരുകളെല്ലാം തന്നെ എഴുതി ചേർത്ത ജംബോ പട്ടികയാണ് ഹൈക്കമാൻഡിന് മുന്നിൽ സമർപ്പിച്ചത്. ഭാരവാഹി നിയമനത്തിൽ മാനദണ്ഡങ്ങൾ വെക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കമാൻഡ് ജംബോ പട്ടിക തള്ളിക്കളഞ്ഞു. സംസ്ഥാനത്ത് സമവായം ഉണ്ടാക്കുകയും പട്ടിക ചുരുക്കുകയും ചെയ്തുകൊണ്ട് ചെറിയ പട്ടികയുമായി വരാനായിരുന്നു ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. എന്നാൽ തിരികെ കേരളത്തിലെത്തിയ നേതൃത്വം ചർച്ച ഉഴപ്പി. നടപടികൾ വേഗത്തിലാക്കണമെന്ന് ഹൈക്കമാൻഡ് പലതവണ ഓർമ്മിപ്പിച്ചെങ്കിലും ചർച്ച ഒരു കരയിലും അടുപ്പിക്കാനാകാതെ നീണ്ടു. ഓഗസ്റ്റ് 31-നകം പുനഃസംഘടന പൂർത്തിയാക്കണമെന്ന ദേശീയ നേതൃത്വത്തിന്റെ സമ്മർദ്ദം വന്നതോടെയാണ് 20-ന് ഇന്ദിരാഭവനിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫും 1 മണിക്കൂർ ചർച്ച നടത്തിയത്. കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലും സമവായമായില്ല. വീണ്ടും ചർച്ചയ്ക്കിരിക്കാമെന്ന ധാരണയിലാണ് പിരിഞ്ഞതെങ്കിലും പിന്നീട് ഇതുവരെ ചർച്ച നടന്നിട്ടുമില്ല.